നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എങ്ങനെയും ക്രൊയേഷ്യയോട് ജയിക്കണം, അതിനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ കോച്ച് കാർലോ ആഞ്ചലോട്ടി ഉള്ളത്. ബ്രസീലിയൻ കോച്ച് പല പരീക്ഷണങ്ങളും ഇപ്പോൾ ട്രെയിനിങ് സെഷനുകളിൽ നടത്തുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. വിനി ജൂനിയർ ഏതായാലും മടങ്ങിയെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ട്രെയിനിങ്ങിൽ നിന്ന് വിശ്രമം കൊടുത്തിരുന്നു. ചെറിയ ഡിസ്കംഫർട്ട് അനുഭവപ്പെട്ടിരുന്നു, പക്ഷേ പരിക്കില്ല എന്ന് സ്ഥിരീകരിച്ചതോടുകൂടി ഇന്ന് അദ്ദേഹം പൂർണ്ണമായിട്ടും ട്രെയിനിങ്ങിലേക്ക് മടങ്ങിയെത്തി. ക്രൊയേഷ്യക്കെതിരെ അദ്ദേഹം അവൈലബിൾ ആണ്. മാർച്ച് 31 ബ്രസീൽ വേഴ്സസ് ക്രൊയേഷ്യ മത്സരം. ഇന്ത്യൻ സമയം പറയുമ്പോൾ നമുക്ക് ഏപ്രിൽ 1 പുലർച്ചെയാണ് കളി. ഇപ്പം ആഞ്ചലോട്ടി ഡിഫൻസിൽ മാറ്റങ്ങൾ വരുത്തുന്നു, മിഡ്ഫീൽഡിൽ മാറ്റങ്ങൾ വരുത്തുന്നു, അറ്റാക്കിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഡിഫൻസിലെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഡാനിലോ അല്ലെങ്കിൽ ഇബാനസ് ആരെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിപ്പിക്കണം എന്നുള്ളതാണ്. മാർക്കിഞ്ഞോസ് ഓർ ബ്രമർ സെൻട്രൽ ഡിഫൻസിൽ ഇതിൽ ആരെ കളിപ്പിക്കണം എന്നുള്ള കൺഫ്യൂഷനുമുണ്ട്. മിഡ്ഫീൽഡിൽ ആൻഡ്രേ സാൻഡോസ് ഓർ ഡാനിലോ എന്നുള്ളതാണ് ചോദ്യം. അറ്റാക്ക് പ്രാക്ടിക്കലി സെറ്റായിട്ടുണ്ട്. ലൂയിസ് എൻട്രിക്കയും മാത്യൂസ് കുഞ്ഞയും വിനി ജൂനിയറും ജാവോ പെഡ്രോയും ചേർന്നുള്ള മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജാവോ പെഡ്രോ വരുന്നു ഗബ്രിയൽ മാർട്ടിനെല്ലിക്ക് പകരം. പിന്നെ പരിക്കേറ്റ് പുറത്തുപോയ റഫീഞ്ഞയ്ക്ക് പകരം ലൂയിസ് എൻട്രിക്ക് വരുന്നു. അത്തരത്തിലുള്ള മാറ്റത്തിലേക്കാണ് ഇപ്പോൾ കോച്ച് പോകുന്നത് എന്നാണ് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഇന്നത്തെ ട്രെയിനിങ് ഒക്കെ കൃത്യമായി വീക്ഷിച്ചിട്ട് പറയുന്നത്. അതുപോലെ TNT സ്പോർട്സും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രസീലിൻ്റെ ഒരു 11 ഗോൾ കീപ്പറായിട്ട് എഡേഴ്സൺ ഓർ ബെൻഡോ രണ്ടിലൊരാൾ വരാനാണ് സാധ്യത. ഡിഫൻസിൽ ലിയോ പെരീര, അദ്ദേഹത്തിൻ്റെ കാര്യം ഉറപ്പാണ്. പിന്നെ മാർക്കിഞ്ഞോസോ ബ്രമറോ എന്നുള്ള ചോദ്യമുണ്ട്. മാർക്കിഞ്ഞോസ് കളിച്ചേക്കുമെന്ന റിപ്പോർട്ട്. ഡിഫൻസിൻ്റെ ഇടതുപാർശ്വത്തിൽ ഡഗ്ലാസ് സാൻഡോസും വലതുപാർശ്വത്തിൽ ഇബാനസും വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. മധ്യനിരയിൽ ഡാനിലോയും കാസിമിറോയും ഒരുമിച്ചിറങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് TNT സ്പോർട്സ് പറയുന്നത്. മുന്നേറ്റം സെറ്റാണ്, കൺഫ്യൂഷൻസ് ഇല്ല. വിനി ജൂനിയറും ലൂയിസ് എൻട്രിക്കയും ഒരു പാർശ്വത്തിൽ, മാത്യൂസ് കുഞ്ഞ കളി മെനയുന്ന ഒരു റോളിൽ ഗോളടിക്കാൻ ജാവോ പെഡ്രോ. ഇത് ക്ലിക്കാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എത്താം.